ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി വളരുന്നുള്ളത്. എസ്പെഷ്യലി നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു എണ്ണ ഉപയോഗിക്കുകയാണ്, നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലും കൂടിയാണ് മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് എങ്ങനെ നമുക്ക് നമ്മുടെ മുടിയിൽ നന്നായിട്ട് എണ്ണ കറക്റ്റായിട്ട് മസാജ് ചെയ്യാം എന്നുള്ളതാണ്. സോ ദാറ്റ് മുടി ഒന്നും കൂടി നന്നായി വളരാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്നും അതിൻ്റെ ഒരു കുട്ടി റിവ്യൂവും കൂടി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ യൂഷ്വലി അമ്മ കാച്ചി തരുന്ന എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എപ്പോഴും എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് തീർന്നു പോകും. അത് മാത്രമല്ല, എല്ലായ്പ്പോഴും നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടിയെന്നും വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് അധികം നാളായിട്ട് ഉപയോഗിക്കുന്ന ഈ പാരഷൂട്ട് അഡ്വാൻസ്ഡ് ഹെയർ ഓയിൽ ആണ് കേട്ടോ. പാരഷൂട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പാരഷൂട്ട് ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാരഷൂട്ട് അഡ്വാൻസ്ഡ് ആയുർവേദിക് ഹെയർ ഓയിലാണ്. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇടുന്ന കുറേ അധികം ആയുർവേദ കൂട്ടുകളില്ലേ, അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 25 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒബ്വിയസ്ലി ബേസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ആണ്, നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ 25 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഉള്ള എണ്ണയാണിത്. മെയിനായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നീം, അതായത് നമ്മുടെ വേപ്പില, പിന്നെ കരിവേപ്പില, അലോവേര, കറുത്ത ജീരകം, പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെറുചള വിത്ത് വെച്ചിട്ടുള്ള ഒരു DIY, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രിങ്കരാജ്, അതായത് കയ്യൂന്നി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാർട്ടണിൽ തന്നെ ഇവർ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്നും പ്ലസ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പ്രോബ്ലംസ് മേജർലി ഇത് സോൾവ് ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മുടി കൊഴിച്ചിലാണ് ഇത് സോൾവ് ചെയ്യാന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് തടയാനും മുടി വളരാനായിട്ടും പിന്നെ തലയിലുള്ള ചൊറിച്ചിലില്ലേ അത് മാറാൻ, ഡാൻഡ്രഫ് മാറാനായിട്ട്, പിന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടും വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യാന്നുള്ളതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. യൂഷ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താ ഉള്ളതെന്ന്. ഇത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എന്താണ് നമുക്ക് ഏത് രീതിയിലാണ് ബെനിഫിഷ്യൽ ആവണേന്നുള്ളതും എഴുതി. 115 രൂപയ്ക്ക് 190 ml ആണ് നമുക്ക് കിട്ടുന്നത്. അത് കുഴപ്പമില്ല, അത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൻ്റെ ചെറിയ പാക്കേജിങ് ഉണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാവുന്നതാണ്. പിന്നെ ആക്ച്വൽ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അങ്ങനെ ഒലിച്ച് പോകുന്നില്ല, നല്ല ടൈറ്റ് ആണ്, നല്ല സ്റ്റേഡി ആണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന പാക്കേജിംഗ് ആണ്. ഇനി ഞാൻ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിൽ പാർട്ടീഷൻ എടുക്കും, എന്നിട്ട് ഈ എണ്ണയുടെ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് 2-3 ഡ്രോപ്പ് തനിയെ ഇറ്റ് വീഴുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത പാർട്ടീഷൻ എടുക്കും, എഗെയിൻ ഇറ്റിറ്റ് കൊടുക്കും, എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ തല കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത് വരെ ഇങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം എല്ലാ ഭാഗത്തും. അതായത് ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമല്ല, നമ്മൾ ബാക്കിലേക്ക് ആവുകയും ചെയ്യണം. അതിനായിട്ട് തല കംപ്ലീറ്റ്ലി കുഴിച്ചിട്ടിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് വിരൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. നമ്മൾ നഖങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നഖങ്ങൾ വെച്ചിട്ട് പിന്നെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ജെന്റിലായിട്ട് മസാജ് ചെയ്യുക, ഒട്ടും ഹാർഷ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ മണം, സൂപ്പർ മണമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ ആയുർവേദിക് മണം. പക്ഷെ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷെ നല്ല മണമാണിത്. നമ്മുടെ തലയിൽ, അതായത് സ്കാൽപ്പിൽ കംപ്ലീറ്റ്ലി എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. ആദ്യം നമ്മൾ തലയിൽ ഇങ്ങനെ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തലയിൽ കംപ്ലീറ്റ്ലി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ചെയ്താൽ മതി. നമ്മൾ എല്ലാ ഫിംഗേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യും. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ്ലി ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിലും ഇതേപോലെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. മുടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യണ്ടേ. അതിനായിട്ട് മുടി 2ആയിട്ട് പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 4-5 ഭാഗമായിട്ട് പാർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഓരോരോ സെക്ഷനിലും
എണ്ണ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് കുറച്ച് എണ്ണ കയ്യിലെടുക്കുക, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മുടിയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുടി നല്ലോണം കയറ്റി ഒരു ഉണ്ടയായിട്ട് അങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. കെട്ടി വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു മാറ്റം കാണാൻ പറ്റും. മുടി കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി മുടി വളരുക, പിന്നെ ഡാൻഡ്രഫ് മാറുക എന്നുള്ളതൊക്കെ ഒരു ലോങ് റണ്ണിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് യൂസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിലൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ചൊരു ഇച്ചി സ്കാൽപ്പായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തല ചൊറിയും ഭയങ്കരമായിട്ട്. എസ്പെഷ്യലി കുറച്ചെങ്കിലും ചൂടുണ്ടെങ്കിൽ എനിക്ക് തല ചൊറിഞ്ഞോണ്ടേ ഇരിക്കും. അത് ഞാൻ വിചാരിച്ചാൽ ആദ്യം ഡാൻഡ്രഫ് ഉള്ളതാണ്, പക്ഷെ ഡാൻഡ്രഫ് ഇല്ലെങ്കിലും എനിക്ക് തല ചൊറിയും. തല ചൊറിയണത് മാറാനായിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു കൂളിംഗ് ആണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നുണ്ട് തലയ്ക്ക്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദി ബെസ്റ്റ് ആണ് കേട്ടോ. 3 തവണ ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക, നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ഉറക്കം കിട്ടും എന്നുള്ളതാണ് ബെസ്റ്റ് കാര്യം. തലയ്ക്ക് നല്ല തണുപ്പാണ്. ഇത് കൂടാണ്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡ് ഉണ്ടല്ലോ, ബെഡിൽ ഇങ്ങനെ കിടക്കുക, മലർന്ന് കിടക്കാം അല്ലേ. അപ്പൊ അങ്ങനെ കിടക്കാം. മലർന്ന് കിടന്നിട്ട് മുടി കംപ്ലീറ്റ്ലി പിന്നിലേക്ക് ഇടുക കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇൻവേർഷൻ മെത്തേഡ് എന്നാണ് പറയാ. നമുക്കിങ്ങനെ ബെഡിൽ കിടക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് കുനിഞ്ഞാലും മതി. നന്നായിട്ട് കുനിഞ്ഞിട്ട് നമ്മൾ എണ്ണ തേക്കുമ്പോൾ മസാജ് ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്താലും മതി. പക്ഷെ എനിക്ക് ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഞാൻ എണ്ണ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഫിംഗേഴ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. എന്നിട്ട് ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. നമ്മൾ എണ്ണ തേക്കുമ്പോൾ മസാജ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ചെയ്താൽ തന്നെ മതിയാവും. പക്ഷെ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കണം. ഉറങ്ങാൻ നേരത്തെ നമ്മളിങ്ങനെ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഇനി അതല്ല, നമുക്ക് എപ്പോഴാണ് സമയം കിട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും നല്ല. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് തലകറക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ചെയ്യുന്നതൊന്നും നന്നല്ല. അപ്പം അങ്ങനെയുള്ളവരൊന്നും ചെയ്യാണ്ടിരിക്കുക. പക്ഷെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ എണ്ണ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പാരഷൂട്ട് ഇപ്പോൾ എന്നല്ല, ഞാൻ ചെറുപ്പം മുതൽക്കേ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മാത്രമല്ല കുറേ പേര് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇത് അത്യാവശ്യം നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.